ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് കെ-സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഫൈൻഡ് സർട്ടിഫിക്കറ്റിൽ പോകാം, അല്ലെങ്കിൽ നേരിട്ടിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. നമ്മളിന്ന് നോക്കുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് നിങ്ങളുടെ ജില്ല, ഈ വ്യക്തി ആരുടെ സർട്ടിഫിക്കറ്റ് ആണ് സെർച്ച് ചെയ്യുന്നത്, വ്യക്തി മരിച്ച ജില്ല, അതുപോലെ മുനിസിപ്പാലിറ്റിയാണോ പഞ്ചായത്താണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇത് കറക്റ്റ് കൊടുക്കണം, എന്നാലേ ഡീറ്റെയിൽസ് വരുള്ളൂ. അതുപോലെ മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഏത് മുനിസിപ്പാലിറ്റിയാണ്, അതുപോലെ ജെൻഡർ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, കറക്റ്റ് ഡേറ്റ്, മാസം, വർഷം ഇത് കറക്റ്റായിട്ട് കൊടുക്കണം. അതുപോലെ ഡേറ്റ് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഡേറ്റ് കൊടുത്തു. പിന്നെ അതുപോലെ ആളുടെ പേര് സ്റ്റാർട്ടിങ്ങിലുള്ള 3 ലെറ്ററാണ് കൊടുക്കേണ്ടത്, ഫസ്റ്റത്തെ 3 ലെറ്റർ. ഓക്കെ, ഇപ്പം ഞാൻ എന്നിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് കിട്ടുന്നില്ല, ഞാൻ ഇതുപോലത്തെ ഒരു ഫേക്കായിട്ട് കൊടുത്തതാണ്. ഞാൻ പിന്നെ ശരിക്കുള്ള ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അതിന് ഞാൻ ശരിക്കുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാണ്. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ മാറ്റിയിട്ട് ആളുടെ പേരും സ്ഥലമൊക്കെ ഒന്ന് മാറ്റി ഞാൻ എൻ്റർ ചെയ്തു. സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയുണ്ടോ, അവിടെ ഒരു ഐക്കൺ ഉണ്ടോ, ആ ഐക്കണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു PDF ഡൗൺലോഡ് ചെയ്യാം. PDF ലോഡാവും. ലോഡായി കഴിഞ്ഞാൽ മുകളിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.